ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഇങ്ങനെ തിയേറ്ററിലെത്തിയ സിനിമകളിൽ കുറച്ച് സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. രാജേഷ് മാധവൻ, റീന രാധാകൃഷ്ണൻ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. നവാഗതനായ രവിശങ്കർ തിരക്കഥയൊരുക്കിയ ഈ സിനിമയ്ക്ക് എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 20 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. ബൈജു എഴുവിന്റെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം നിർവഹിച്ച കൂടോത്രം എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. ചിത്രത്തിൽ സലിംകുമാർ, സാജു നവോദയ, റേച്ചൽ ഡേവിഡ്, ഡിനോയ് പൗലോസ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 5 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമയാണ് സുഖമാണോ സുഖമാണ്. അരുൺലാൽ രാമചന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മാത്യു തോമസ്, ദേവിക സഞ്ജയ്, ജഗദീഷ്, സ്പടികൻ ജോർജ്, നോബി മാർക്കോസ്, അബിൻ ബിനോ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 15-18 ലക്ഷം റേഞ്ചിൽ കേരള കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. എബ്രിഡ് ഷൈൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സ്പാ. വിനീത് തട്ടിൽ, ശ്രുതി മേനോൻ, രാധിക രാധാകൃഷ്ണൻ, സിദ്ധാർത്ഥ ഭരതൻ, പ്രശാന്ത് അലക്സാണ്ടർ, ദിനേശ് പ്രഭാകർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ശരാശരി അഭിപ്രായം മാത്രം നേടിയെടുത്തുള്ള ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 10 ലക്ഷത്തിൽ താഴെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആൻസൺ ആന്റണി തിരക്കഥ സംവിധാനം ചെയ്ത ജൂനിയേഴ്സ് ജേണി എന്ന സിനിമയും ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. വിജയരാഘവൻ, മീനാക്ഷി അനൂപ്, ശരത് ഗോപാൽ, സുധീർ കർമ്മന, സുനിൽ സുഗത, സന്തോഷ് കീഴാറ്റൂർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയും എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായം നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമായിട്ടില്ല. വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്ത ഓ റോമിയോ എന്ന ബോളിവുഡ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. ഷാഹിദ് കപൂർ, തൃപ്തി ദ്രിമ്മി, അവിനാശ് തിവാരി, നാനാ പട്ടേകർ, തമന്ന ഭാട്ടിയ, ദിശ പട്ടാനി, ഫരീദ ജലാൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ആവറേജ് അഭിപ്രായം മാത്രമാണ് ഈ സിനിമയും നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഇന്നലെ കളക്ട് ചെയ്യുന്നത് 4 കോടി രൂപയായിരുന്നു. സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 7 കോടി രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 8 കോടി 50 ലക്ഷം രൂപയും പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലുമാണ്. ജയറാമിന്റെ ആശകളായിരം എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയ 8ാം ദിവസമാണ് പിന്നിട്ടത്. ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കാളിദാസ് ജയറാം, ഷറഫുദ്ദീൻ, ആശ ശരത്ത്, ഇഷാനി കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഗോകുലം മൂവീസ് നിർമ്മിച്ച ഈ സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4 കോടി 2 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20-25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 4 കോടി 25 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 6 കോടിക്ക് മുകളിലുമാണ്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാറാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ വിശദമായ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരള കളക്ഷനായി 1 കോടി 62 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 11 ലക്ഷം രൂപ, കർണാടകയിൽ നിന്ന് 8 ലക്ഷം രൂപ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 4,30,000 എന്നിങ്ങനെ 1 കോടി 85 ലക്ഷം രൂപയാണ് 7 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $46,088, അതായത് 41,80,000 രൂപ. ടോട്ടൽ 7 ദിവസം കൊണ്ട് 2 കോടി 27 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 8ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 10 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 1 കോടി 70 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടി 40, 2 കോടി 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് പ്രകമ്പനം. സാഗർ, സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക, സുകുമാരൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 15ാം ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 14 ദിവസം കൊണ്ട് കേരളത്തിൽ 10 കോടി 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 15 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 10 കോടി 60 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 16.5-17 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തിയേറ്ററിലെത്തിയതും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നതുമായ സിനിമകളെക്കുറിച്ചും ഈ വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.